കുറേ നാളുകൾക്ക് ശേഷം ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ റെസിപ്പി ചക്ക വരട്ടിയതാണ്. സാധാരണ നമ്മൾ വരട്ടുന്ന പോലെ അല്ലാതെ സിമ്പിളായിട്ടുള്ളൊരു ചക്ക വരട്ടിയത് റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അടിക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്നാൽ പിന്നെ റെസിപ്പിയിലോട്ട് പോയാലോ? നല്ല വരിക്ക ചക്കയാണ് എടുത്തിട്ടുള്ളത്. നല്ല മധുരമുള്ള ചക്കയാണിത്. വലിയൊരു ചക്കയായിരുന്നു. അപ്പോൾ ഇതിന്ന് ഏകദേശം ഒരു ഉരുളി തന്നെ നിറയെ ഉണ്ട് ഈ ചക്ക. അത് കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ പണ്ട് മുതലേ ഉണ്ടാക്കി വരുന്ന ചക്ക വരട്ടിയതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുള കുരുവൊക്കെ കളഞ്ഞ് ചുള എടുത്തതിന് ശേഷം നമ്മളത് നന്നായിട്ട് വേവിച്ച് മിക്സിയിലടിക്കും, അല്ലെങ്കിൽ മിക്സിയിലടിച്ചിട്ട് നന്നായിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അത്രയും വലിയൊരു പ്രോസസ്സായിട്ടൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് വരട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇനി പാത്രം അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം ഇപ്പം ഞാനൊരു ഉരുളി എടുത്തിട്ടുള്ളത്. എന്താണോ നിങ്ങൾക്ക് പറ്റുന്ന ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഈ ചക്ക ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതെ. അങ്ങനെ കുറേ നേരം അത് വെന്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാം ചെയ്യുന്നത്, ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പം തന്നെ കുറച്ച് വെന്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ അത് നന്നായിട്ട് വെന്ത് അലിഞ്ഞ പോലെ ആയിട്ട് വരും. ആ സമയത്താണ് നമ്മളിതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഇത്രയും ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചക്കയ്ക്ക് നല്ല മധുരമുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് ശർക്കരയെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ മധുരം നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ചിട്ടുള്ള ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് മധുരമായി കഴിഞ്ഞാൽ ചക്ക വരട്ടിയതിനൊക്കെ നമുക്ക് കഴിക്കുമ്പോഴത്തേക്കും മടുപ്പ് പെട്ടെന്ന് വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് കുറച്ച് മധുരം കുറഞ്ഞിരിക്കുന്നതായിരിക്കും. അപ്പം ഞാനിത് ഇത്രയും ശർക്കര ഇട്ട് കൊടുത്തു. അപ്പം നല്ല ശർക്കര ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ ഡയറക്റ്റായിട്ട് ഈ ശർക്കര ഇങ്ങനെ ഇട്ട് കൊടുത്തത്. അതിൽ കല്ലോ മണ്ണോ ഒക്കെ ഉള്ള ടൈപ്പ് ശർക്കര ആണെങ്കിൽ ഉരുക്കി അരിച്ചൊഴിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതാ കുറേ നേരം നമ്മൾ വരട്ടിയതിന് ശേഷം ഇതിലോട്ട് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ട് ഇതിനെ വരട്ടിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് നന്നായിട്ട് മൂത്ത് വരണം. അപ്പം അത്ര നേരം നമ്മളിത് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ കുറേ കാലം സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഒരുപാട് സമയം മൂപ്പിച്ചെടുക്കണം. പക്ഷേ ഇതിപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെക്കാനാണെങ്കിൽ നമുക്ക് അത്ര സമയമൊന്നും വേണ്ട. പുറത്ത് തന്നെയൊക്കെ സൂക്ഷിക്കുകയാണെങ്കിലാണ് അങ്ങനെ ചെയ്യാനുള്ളത്. നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ തണുത്തതിന് ശേഷം നമുക്ക് നല്ല എയർ ടൈറ്റായിട്ടുള്ള ഒരു ടിന്നിൽ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് നേരം വരട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എന്നാലും അതിൻ്റെ ആ ഒരു പച്ച ഇത് പോകണം ആ ചക്കയുടെ. അപ്പം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ ഈ ശർക്കരയൊക്കെ ഇതിൽ നന്നായിട്ട് പലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ആ നെയ്യും നന്നായിട്ട് അതിലായിട്ട് നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വിട്ട് വരണം. നെയ്യ് ഞാനിപ്പോൾ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ നെയ്യ് ആവശ്യമായിട്ട് തോന്നിയതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ വരട്ടി വെക്കുന്ന ചക്ക നമുക്ക് പിന്നീട് എപ്പോഴാണോ ആവശ്യം ആ സമയത്തെടുത്ത് പായസം വെക്കാനൊക്കെ പറ്റും. അല്ലാതെ വെറുതെ നമുക്കെടുത്ത് കഴിക്കാൻ പറ്റും. ചക്ക അട ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ ചക്ക ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ചക്ക വെറുതെ കേടാക്കി കളയാതെ നമുക്കിതുപോലെ വരട്ടിയൊക്കെ എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഫ്ലേവർ ഈ വരട്ടിയതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളെ സ്പെഷ്യൽ ചക്ക വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് നല്ലോണം തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോ എന്തെങ്കിലും അടച്ച് സൂക്ഷിക്കാം. അത് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സൂക്ഷിക്കാം. നന്നായിട്ട് വരട്ടിയെടുത്താണെങ്കിൽ പുറത്തായാലും കുഴപ്പമില്ല. വീഡിയോ കണ്ടിട്ട് ആരും കമൻറ്റ് ചെയ്യാതെ പോകരുത് കേട്ടോ. എല്ലാവരും ഒന്ന് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക്